ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. കാരണം ഈ ഒരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലിയർ ആയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു പോസ്റ്റിന്റെ ആപ്ലിക്കേഷൻ പോർട്ടലിലേക്കാണ് നിങ്ങൾ വരുന്നത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. V5 ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് DFCCIL വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ V5 ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക. വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. സോ ഉദ്യോഗാർത്ഥികൾക്ക് ആ ലിങ്ക് വഴി നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, അഡ്വർടൈസ്മെന്റ് നമ്പർ 01/DR/2025 ആണ് അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് നോക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻസിന്റെ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 22/3/2025 ആണ്. അതായത് ഈ മാസം 22-ാം തീയതി വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു മാസം 22-ാം തീയതി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അടുത്തത് ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ദി വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ആണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻസിൽ എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ 31/3/2025 മുതൽ 4/4/2025 വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻസിന് ചെറിയൊരു ഫീ ഈടാക്കുന്നതാണ്. കൂടാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ വരുന്നത് ജൂലൈ മാസം 2025 ആണ്. കൂടാതെ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ എക്സാമിനേഷൻ വരുന്നത് നവംബർ 2025 ആണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത് ജാനുവരി-ഫെബ്രുവരി 2026 അതായത് അടുത്ത വർഷം ജാനുവരി-ഫെബ്രുവരിയോടുകൂടെ ആയിരിക്കും ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വന്നിട്ടുണ്ടാവുക. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇത് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ക്ലോസിംഗ് ഡേറ്റ് വന്നിട്ടുള്ളത് 22/3/2025 ആണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്നതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. കാരണം ഈ ഒരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലിയർ ആയിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അതർ സ്റ്റേജ് ഓഫ് റിക്രൂട്ട്മെന്റ്സ് എല്ലാം DFCCIL ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ആയിരിക്കും ഉദ്യോഗാർത്ഥികളെ അറിയിക്കുക. സോ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ തന്നിട്ടുണ്ട്. സോ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ പറയുന്ന ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഡീറ്റെയിൽഡ് ഓഫ് പോസ്റ്റ് ആൻഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോബ് പോസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോസ്റ്റ് ആയിട്ട് വരുന്നത് ജൂനിയർ മാനേജർ പോസ്റ്റ് ആണ്. സാലറി സ്കെയിൽ വരുന്നത് 50,000 to 1,60,000 ആണ് സാലറി സ്കെയിൽ വരുന്നത്. ജൂനിയർ മാനേജർ ഫൈനാൻസിലേക്ക് ടോട്ടൽ വേക്കൻസീസ് ആയിട്ട് വന്നിട്ടുള്ളത് 3 വേക്കൻസീസ് ആണ്. അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 1 വേക്കൻസിയും OBC നോൺ ക്രീമി ലെയറിൽ 2 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് ഉദ്യോഗാർത്ഥികൾ CA CMA ഫൈനൽ എക്സാമിനേഷൻ പാസ് ആയിട്ടുണ്ടാകണം. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ നിന്നും ആയിരിക്കണം ഈ പറയുന്ന CA CMA ഫൈനൽ എക്സാമിനേഷൻ പാസ് ആകേണ്ടത്. നെക്സ്റ്റ് പോസ്റ്റ് ആയിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. സോ സാലറി സ്കെയിൽ വരുന്നത് 30,000 to 1,20,000 rupees ആണ് വരുന്നത്. പോസ്റ്റ് ആയിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് സിവിൽ ആണ്. സോ നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് 36 വേക്കൻസീസ് ആണ് വരുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 16 വേക്കൻസിയും SC കാറ്റഗറിയിൽ 5 വേക്കൻസിയും ST കാറ്റഗറീസിൽ 3 വേക്കൻസിയും OBC NCA കാറ്റഗറിയിൽ 9 വേക്കൻസിയും EWS കാറ്റഗറിയിൽ 3 വേക്കൻസിയും കൂടാതെ PWBD കാറ്റഗറിയിൽ 2ഉം എക്സ് സർവീസ്മെൻ കാറ്റഗറിയിൽ 5 വേക്കൻസിയുമാണ് വരുന്നത്. ടോട്ടൽ വേക്കൻസീസ്
വരുന്നത് 36 വേക്കൻസീസ് ആണ് എക്സിക്യൂട്ടീവ് സിവിൽ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വേണ്ടത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ 60% ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ആണ് എക്സിക്യൂട്ടീവ് സിവിൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികളെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത്. അടുത്തത് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പോസ്റ്റ് ആണ്. സോ ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 64 വേക്കൻസീസ് ആണ് വരുന്നത്. എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ കേസിൽ കാറ്റഗറി വൈസ് വന്നിട്ടുള്ള വേക്കൻസീസ് നമുക്ക് നോക്കാം. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 28 വേക്കൻസിയും SC കാറ്റഗറിയിൽ 11 വേക്കൻസിയും ST കാറ്റഗറിയിൽ 5 വേക്കൻസിയും OBC NCA കാറ്റഗറിയിൽ 14 വേക്കൻസിയും EWS കാറ്റഗറിയിൽ 6 വേക്കൻസിയും PWBD 3 വേക്കൻസിയും എക്സ് സർവീസ്മെനിൽ 9 വേക്കൻസിയും അങ്ങനെ ടോട്ടൽ 64 വേക്കൻസീസ് ആണ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പവർ സപ്ലൈ, ഇൻസ്ട്രുമെന്റൽ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നിവയിൽ നിന്നും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ നിങ്ങൾക്ക് 60% കുറയാതെയുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. അടുത്തത് എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഈ പോസ്റ്റിലേക്ക് ആകെ 75 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 28 വേക്കൻസിയും SC കാറ്റഗറിയിൽ 9 വേക്കൻസിയും STയിൽ 7 OBC NCLയിൽ 23 വേക്കൻസിയും EWS കാറ്റഗറിയിൽ 8 വേക്കൻസിയും PWBD കാറ്റഗറിയിൽ 3 വേക്കൻസിയും എക്സ് സർവീസ്മെൻ കാറ്റഗറിയിൽ 10 വേക്കൻസിയും കൂടി ടോട്ടൽ 75 വേക്കൻസീസ് ആണ് എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ. സോ അങ്ങനെ ഒട്ടനവധി ക്വാളിഫിക്കേഷൻസ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട്. സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ PDF നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. സോ ഇവിടെ സാലറി സ്കെയിലായിട്ട് വരുന്നത് 16,000 മുതൽ 45,000 വരെയാണ് സാലറി സ്കെയിലായിട്ട് വരുന്നത്. സോ ഇവിടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ ടോട്ടൽ വേക്കൻസീസ് ആയിട്ട് വന്നിട്ടുള്ളത് 464 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 194 വേക്കൻസിയും SC കാറ്റഗറിയിൽ 70 വേക്കൻസിയും ST കാറ്റഗറിയിൽ 32 വേക്കൻസിയും OBC NCL കാറ്റഗറിയിൽ 122 വേക്കൻസിയും EWSൽ 46 വേക്കൻസിയും PWBDയിൽ 33 വേക്കൻസിയും എക്സ് സർവീസ്മെനിൽ 113 വേക്കൻസിയും കൂടി ടോട്ടൽ 464 വേക്കൻസീസ് ആണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്യോഗാർത്ഥികൾ മെട്രിക്കുലേഷൻ പാസ്സാകുകയും വേണം. കൂടാതെ ITIയിൽ 60% മാർക്സിൽ കുറയാതെ നേടിയിട്ടും ഉണ്ടായിരിക്കണം. അടുത്തത് ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ക്വാളിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ആണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നതുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ലാറ്ററൽ എൻട്രി വഴി ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് നേരിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 കഴിഞ്ഞ് ലാറ്ററൽ എൻട്രി വഴി ഈ പറയുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 4 വർഷത്തെ ഈ പറയുന്ന BE, BTech, BSc എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ വന്നിട്ടുള്ള പോസ്റ്റിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ആണ്. കൂടാതെ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗിന് മിനിമം 60% മാർക്ക് നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്ലോമ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും BE, BTech, BSc എഞ്ചിനീയറിംഗിൽ മിനിമം 60% മാർക്കോട് കൂടി പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കും പ്രത്യേകം നോട്ട് ചെയ്യുക. അതാത് ക്വാളിഫിക്കേഷൻസിലാണ് ഈ പറയുന്ന 60% മാർക്സ്. സോ എക്സിക്യൂട്ടീവ് പോസ്റ്റായ എക്സിക്യൂട്ടീവ് സിവിൽ, എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലൊക്കെ ഈ പറയുന്ന BTech അല്ലെങ്കിൽ BE പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നോട്ട് ചെയ്യുക. മിനിമം 60% ഓഫ് മാർക്സ് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. MTS അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ മെട്രിക്കുലേഷൻ ആണ്. സോ ഇവിടെ നോട്ട് ചെയ്യുക. ആ ഒരു പോസ്റ്റിലേക്ക്
ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. മെട്രിക്കുലേഷൻ പ്ലസ് മിനിമം 1 ഇയർ ഡ്യൂറേഷൻ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഓർ ITI അപ്രൂവ്ഡ് ബൈ NCVT ഓർ SCVT വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്സ് ഇൻ ITI. സോ ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും MTS പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത് ഏജ് ലിമിറ്റ് ആണ്. ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ്, MTS എന്നിങ്ങനെ 3 ലെവലാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ജൂനിയർ മാനേജർ പോസ്റ്റിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് 18 to 30 ഇയേഴ്സ് ആണ്. കൂടാതെ എക്സിക്യൂട്ടീവ് ലെവൽ പോസ്റ്റിലേക്ക് വേണ്ടത് 18 to 30 ഇയർ തന്നെയാണ്. കൂടാതെ MTS പോസ്റ്റിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് 18 to 33 ആണ്. കൂടാതെ ഇവിടെ ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. സോ ഇവിടെ 5 വർഷമാണ് SSC ST കാൻഡിഡേറ്റ്സിന് വരുന്നത്. സോ ഇവിടെ SSC ST കാൻഡിഡേറ്റ്സിന് ജൂനിയർ മാനേജർ പോസ്റ്റിലേക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ 35 ആണ്. MTS ആണെന്നുണ്ടെങ്കിൽ 38 ആണ് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉൾപ്പെടെ SSC ST കാൻഡിഡേറ്റ്സിന് വരുന്നത്. 3 വർഷമാണ് OBC NCL കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ആയിട്ട് വരുന്നത്. അതായത് ജൂനിയർ മാനേജർ ലെവലാകുമ്പോൾ 33ഉം എക്സിക്യൂട്ടീവ് 33, MTS ആണെങ്കിൽ 36ഉമാണ് റിലാക്സേഷൻ ആയിട്ട് OBC NCL കാൻഡിഡേറ്റ്സിന് വരുന്നത്. കൂടാതെ 10 വർഷമാണ് PWBD കാൻഡിഡേറ്റ്സിന് വരുന്നത്. കൂടാതെ 15 വർഷം PWBD കാൻഡിഡേറ്റ്സ് വിത്ത് SSC ST കാറ്റഗറിയിലുള്ളതും 13 വർഷം OBC NCL കാറ്റഗറിയിലുമുള്ള PWBD കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അടുത്തത് റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് SSC ST കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ കാസ്റ്റ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന്റെ ഫോർമാറ്റ് ഈ പറയുന്ന ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. OBC NCL അതായത് നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന അലവൻസ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്, സർവീസിംഗ് എഗ്രിമെന്റ് എന്നിവയൊക്കെയാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ബേസിക് സാലറിക്ക് പുറമെ ഉദ്യോഗാർത്ഥികൾക്ക് DA, HRA അല്ലെങ്കിൽ അലവൻസ് അണ്ടർ കഫറ്റേരിയ അപ്രോച്ച് അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഗ്രാറ്റുവിറ്റി, ലീവ് എൻഹാൻസ്മെന്റ് എന്നിവയൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് സാലറിക്ക് പുറമെ കിട്ടുന്ന അലവൻസ് ആയിട്ടാണ് വരുന്നത്. കൂടാതെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് DFCCILസിന്റെ യൂണിറ്റ്സിലോ അല്ലെങ്കിൽ സ്റ്റേഷൻസിലോ അല്ലെങ്കിൽ പ്രൊജക്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഓഫീസ് എന്നിവയിലൊക്കെ ആയിരിക്കും പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത്. കൂടാതെ അടുത്തത് കരിയർ പ്രോസ്പെക്ട്സ് ആണ്. അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിന്റെ ഹയർ ഗ്രേഡിലോട്ടേക്ക് പ്രൊമോഷൻ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ കയറുന്ന പോസ്റ്റിൽ നിന്നും ഹയർ ഗ്രേഡിലേക്കൊക്കെ പ്രൊമോഷൻ നേടി നല്ല രീതിയിൽ സാലറിയോട് കൂടിയുള്ള ജോബ് കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ്. കൂടാതെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ജോയിനിങ് ടൈമിൽ നിങ്ങൾക്കൊരു ബോണ്ട് അല്ലെങ്കിൽ സർവീസ് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. DFCCIൽ വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റ് വഴി ജോയിനിങ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സർവീസ് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് സെലക്ഷൻ പ്രോസസ് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. സോ ജൂനിയർ മാനേജർ ഫൈനാൻസിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. സോ ജൂനിയർ മാനേജർ ഫൈനാൻസിൽ ഈ പറയുന്ന 2 സ്റ്റേജിലും എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ജൂനിയർ മാനേജർ പോസ്റ്റിലേക്കും എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും ഉണ്ടായിരിക്കുന്നതല്ല. കൂടാതെ എക്സിക്യൂട്ടീവ് സിവിൽ പോസ്റ്റിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജ് 1, സ്റ്റേജ് 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. എക്സിക്യൂട്ടീവ് ലെവൽ ഇലക്ട്രിക്കൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന സ്റ്റേജ് 1, സ്റ്റേജ് 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ അവിടെയും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസും മെഡിക്കൽ ടെസ്റ്റും ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലോട്ടേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിന് പുറമെ സ്റ്റേജ് 1, സ്റ്റേജ് 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക്. അടുത്തത് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. സോ ഇവിടെ
കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. സോ ഇവിടെ 2 സ്റ്റേജ് ആയിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ അവരുടെ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത്. സോ ഇവിടെ നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേജ് 1ലും സ്റ്റേജ് 2ലും വന്നിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ 1/4 മാർക്ക് വെച്ച് തെറ്റായ ഉത്തരത്തിന് കട്ട് ചെയ്യുന്നതാണ്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കൂടാതെ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രീനിങ് നേച്ചറാണ്. സോ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അവർ ഏകദേശം സ്ക്രീനിങ് പ്രൊസീജിയർ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. സോ ആ ടെസ്റ്റിൽ പാസ്സായവരെ മാത്രമേ അവർ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് വിളിക്കുകയുള്ളൂ. സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 സ്റ്റേജ് ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും ആദ്യം നടക്കുക. സോ ആദ്യത്തെ സ്റ്റേജിൽ പാസ്സായ ഉദ്യോഗാർത്ഥികളെ മാത്രമേ രണ്ടാമത്തെ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് വിളിക്കുകയുള്ളൂ. കൂടാതെ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. സോ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. 100 മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഈച്ച് ക്വസ്റ്റ്യൻസിൽ 1 മാർക്ക് വെച്ചാണ് വരുന്നത്. എക്സാം ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ് ആണ്. കൂടാതെ 120 മിനിറ്റ് ആണ് PWBD കാൻഡിഡേറ്റ്സിന് വരുന്നത്. കൂടാതെ സ്റ്റേജ് 1ന്റെ സിലബസ് ഈ ഒരു നോട്ടിഫിക്കേഷൻസിന്റെ അവസാനം അവർ നൽകിയിട്ടുണ്ട്. സോ സ്റ്റേജ് 1ന്റെ സിലബസ് ടോപ്പിക് ആയിട്ട് വരുന്നത് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ജനറൽ അവയർനെസ്സിൽ ഈ പറയുന്ന 15 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ജനറൽ സയൻസിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ലോജിക് റീസണിങ് അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസിൽ 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നോളേജ് അബൌട്ട് റെയിൽവേസ് അല്ലെങ്കിൽ DFCCIയിലുള്ള ഉദ്യോഗാർത്ഥികളുടെ നോളേജിനെ ബേസ് ചെയ്തിട്ട് ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതാണ്. സോ ടോട്ടൽ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേജ് 1ൽ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ഉണ്ടായിരിക്കുക. അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ആണ്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ് പാസ്സായ ഉദ്യോഗാർത്ഥികളെ ആണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. സോ ഇവിടെ CBT സെക്കൻഡ് സ്റ്റേജിൽ 120 മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. 1 മാർക്ക് വെച്ചാണ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. സോ എക്സാം ഡ്യൂറേഷൻ വരുന്നത് 120 മിനിറ്റ് ആണ്. കൂടാതെ 160 മിനിറ്റ്സ് ആണ് PWBD കാൻഡിഡേറ്റ്സിന് വരുന്നത്. സോ സ്റ്റേജ് 2നെ ബേസ് ചെയ്തിട്ടുള്ള സിലബസും കാര്യങ്ങളും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസിന്റെ അവസാനം നൽകിയിട്ടുണ്ട്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലെ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സായ ഉദ്യോഗാർത്ഥികളെ മാത്രമേ ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വിളിക്കുകയുള്ളൂ. സോ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകൾ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ 35 കിലോ ഭാരമുള്ള ഒരു വസ്തുവിനെ നിലത്ത് ഇടാണ്ട് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന ഡിസ്റ്റൻസ് കവേർഡ് ചെയ്യേണ്ടതാണ്. കൂടാതെ 4 മിനിറ്റ് 15 സെക്കൻഡിനുള്ളിൽ 1 കിലോമീറ്റർ ഫസ്റ്റ് ചാൻസിൽ ഓടി തീർക്കേണ്ടതാണ്. കൂടാതെ ഫീമെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിന് വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അടുത്തത്. 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് താഴെ ഇടാണ്ട് ഒറ്റ ചാൻസിൽ മൂവ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ഫീമെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിട്ട് വരുന്നത്. 1 കിലോമീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡ്സ് കൊണ്ട് ഒറ്റ ചാൻസിൽ കവേർഡ് ചെയ്യുകയും വേണം. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, മൾട്ടി ടാസ്കിംഗ് പോസ്റ്റിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ബെഞ്ച് മാർക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അതായത് PWBD കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് എക്സാമിനേഷൻ സിറ്റീസ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം വരുന്ന സിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, തിരുവനന്തപുരമാണ് ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ മറ്റ് ജില്ലകളിലൊന്നും കമ്പ്യൂട്ടർ ടെസ്റ്റ് വരുന്നില്ല, പ്രത്യേകം നോട്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഡൽഹി അല്ലെങ്കിൽ കൊൽക്കത്ത അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ ചെന്നൈ എന്നിവിടങ്ങളിൽ വെച്ചായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പർട്ടിക്കുലർ പോസ്റ്റിൽ വന്നിട്ടുള്ള ജോബ് ആപ്ലിക്കേഷൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് ഈ പറയുന്ന ഡൽഹിയിൽ മാത്രമായിട്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത്. സോ ഉദ്യോഗാർത്ഥിയെ പ്രത്യേകം നോട്ട് ചെയ്യുക. കൂടാതെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ വന്നിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഡൽഹിയിൽ വെച്ച് മാത്രമേ നടത്തുകയുള്ളൂ എന്നുള്ളതും ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ നോക്കുന്നത് എക്സാമിനേഷൻ ഫീ ആണ്. ജൂനിയർ മാനേജർ
അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ ഫീ ആണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ജൂനിയർ മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൽ വന്നിട്ടുള്ളത് 1000 രൂപയാണ്. സോ ഇവിടെ 1000 രൂപ അൺറിസർവ്ഡ് OBC NCL EWS കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ആപ്ലിക്കേഷൻ ഫീ 1000 രൂപ വന്നിട്ടുള്ളത്. കൂടാതെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTSന് അൺറിസർവ്ഡ് OBC EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യുക, SC ST PWBD എക്സ് സർവീസ്മെൻ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ കൊടുക്കാണ്ട് തികച്ചും സൗജന്യമായി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഓൺലൈൻ നെറ്റ് ബാങ്ക് എന്നിവ യൂസ് ചെയ്ത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാവുന്നതാണ്. ആദ്യമേ സൂചിപ്പിച്ച പോലെ ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ വരുത്തുന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അവിടെ ഒരു ഫീ വരുന്നുണ്ട്, 100 രൂപയാണ്. അതായത് ഒരു നോൺ റീഫണ്ടബിൾ ഫീ ആയിട്ടുള്ള 100 രൂപ ഈ പറയുന്ന മോഡിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻസിന് ചാർജ് ഈടാക്കുന്നുണ്ട്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതായിരിക്കും. കൂടാതെ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജൂനിയർ മാനേജർ എക്സിക്യൂട്ടീവ് MTS പോസ്റ്റിലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സോ ഇവിടെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത്. സോ അതിനെ തന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഈ ഒരു പോസ്റ്റിന്റെ ആപ്ലിക്കേഷൻ പോർട്ടലിലേക്കാണ് നിങ്ങൾ വരുന്നത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. സോ അതിനായി ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. കൂടാതെ ഇൻസ്ട്രക്ഷൻസ് വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്ലിക്ക് ഹിയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാവുന്നതാണ്. കൂടാതെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ടു ലോഗിൻ അല്ലെങ്കിൽ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ള ഈ ഒരു ക്ലിക്ക് ഹിയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ടു രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ ഒരു ലോഗിൻ പ്രോസസ്സിലൂടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 18th January ആണ്. കൂടാതെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ വരുന്നത് 16th February 2025 ആണ്. സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.